കോമിക്സ് ആൻഡ് ഗ്രാഫിക് ഫിക്ഷൻ എന്നുള്ള പേപ്പറിൽ MDC പേപ്പറിൽ മൊഡ്യൂൾ 1-നകത്തുള്ള 2 ചാപ്റ്റേഴ്സാണ് ഇതിനകത്ത് നിന്ന് അനലൈസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1-നകത്തുള്ളത് മക്ലൗഡ് സ്കോട്ടിൻ്റെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് എന്നുള്ള വർക്കിനകത്ത് ചാപ്റ്റർ 1-ഉം അതുപോലെ തന്നെ മക്ലൗഡ് സ്കോട്ടിൻ്റെ മേക്കിംഗ് കോമിക്സ് എന്നുള്ള വർക്കിനകത്ത് ചാപ്റ്റർ 1 റൈറ്റിംഗ് വിത്ത് പിക്ചേഴ്സും അതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമ്മുടെ യൂണിറ്റ് 1-ൽ തന്നെ മൊഡ്യൂൾ 1 യൂണിറ്റ് 1-ൽ അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ചാപ്റ്റർ 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിൽ ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്കോട്ട് മക്ലൗഡ് ആരാണെന്ന് നോക്കാം. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റാണ്, തിയറിസ്റ്റാണ്, എഡ്യൂക്കേറ്ററാണ്. അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് എന്നുള്ള വർക്ക്, റീ ഇൻവെൻറ്റിംഗ് കോമിക്സ് എന്നുള്ള മറ്റൊരു വർക്ക്, അതുപോലെ തന്നെ മേക്കിംഗ് കോമിക്സ് എന്നുള്ള മറ്റൊരു വർക്ക്. ഈ 3 വർക്ക്സാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമിക്സിൻ്റെ എവല്യൂഷൻ, കോമിക്സ് എങ്ങനെയാണ് വന്നത്, എങ്ങനെ വായിക്കണം കോമിക്സിനെ, കോമിക്കൽ ബുക്സിനെ. കോമിക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട്, കോമിക് ബുക്സ് എന്ന് പറയുന്നത് ആർ നോട്ട് അറ്റ് ഓൾ ചൈൽഡിഷ്. അതിന് ഡീപ്പർ മീനിങ്സ് കൺവേ ചെയ്യാൻ സാധിക്കും. കോമിക്സിനെ ഒരു സീരിയസ് ആയിട്ടുള്ള ആർട്ട് ഫോം ആയിട്ടും കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ടും കൺസിഡർ ചെയ്യണം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് വേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് കോമിക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം കോമിക്സിനെ കുറിച്ച് എഴുതുന്നത്. അപ്പോൾ കാർട്ടൂൺ അദ്ദേഹം തന്നെയാണ് ഇതിനകത്ത് കാർട്ടൂൺ അവതാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്സിലെ നറേറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിനെ തന്നെ അദ്ദേഹം ഒരു കാർട്ടൂൺ അവതാറായിട്ട് മാറ്റിയിട്ടുണ്ട്. കോംപ്ലക്സ് ഐഡിയ, അതായത് കോമിക്സിനെ കുറിച്ചുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിലും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ മേക്കിംഗ് കോമിക്സ് എന്നുള്ള വർക്കിനകത്ത് ഇൻട്രൊഡക്ഷനും ചാപ്റ്റർ 1-ഉമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ എന്താണ് പറയുന്നത് നോക്കാം. ഈ എൻറ്റയർ ബുക്ക് എന്ന് പറയുന്നത് മെറ്റാ കോമിക് എന്ന് നമുക്ക് പറയാം. ഈ ഒരു വർക്ക് മേക്കിംഗ് കോമിക്സ് എന്നുള്ള ഒരു വർക്ക്. അപ്പം മെറ്റാ കോമിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമിക് എബൌട്ട് എ കോമിക്. അതായത് കോമിക് വർക്ക്സിനെ കുറിച്ച് അല്ലെങ്കിൽ കോമിക്കൽ ബുക്സിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ എവല്യൂഷൻ, അതിൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡ്രോയിങ്സ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് ഡീപ്പർ മീനിങ്സ് കൺവേ ചെയ്യുന്നത് എന്ന് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം കോമിക്കലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടൂൺസ് അല്ലെങ്കിൽ ഒരു കോമിക്കൽ വേയിലൂടെയാണ് ഈ കോമിക്സിനെ കുറിച്ചുള്ള ബുക്കും അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ കോമിക് എബൌട്ട് എ കോമിക്. കാർട്ടൂൺ ഇമേജസ് വെച്ചിട്ടാണ് ഈ കോമിക്സിൻ്റെ എവല്യൂഷനെ കുറിച്ച് ഹിസ്റ്ററിയെക്കുറിച്ചും അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മെറ്റാ കോമിക് വർക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കോട്ട് മക്ലൗഡ് ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഹി റോട്ട് എ കോമിക് ബുക്ക് ആൻഡ് വാട്ട് ദ റീഡേഴ്സ് ക്യാൻ എക്സ്പെക്ട് ഫ്രം കോമിക് ബുക്സ്. അതുപോലെ തന്നെ ഈ എൻറ്റയർ ബുക്ക് എഴുതാനുള്ള പ്രേരണ എന്താണെന്നും അതിൻ്റെ ഒരു സെറ്റിംഗ് എന്താണെന്നും ഒക്കെയാണ് അദ്ദേഹം ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അതായത് റീഡേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് യു എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിട്ടാണ് ഇത് എഴുതി പോയേക്കുന്നത്. അതായത് ഈ ബുക്ക് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വായിക്കാം. ആൻഡ് ഓൾസോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോമിക്സ് എഴുതാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന റൈറ്റേഴ്സിന് വേണമെങ്കിൽ ഈ ബുക്ക് എടുത്ത് വായിക്കാം. ഒരു ബിഗിനർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്താണ് കോമിക്കൽ വർക്ക്സിനെ കുറിച്ച് ക്യൂരിയസ് ആയിട്ടുള്ള റീഡർ ആണെങ്കിൽ പോലും ഈ ബുക്ക് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് എന്ന് പറയുന്ന ബുക്ക് എന്ന് പറയുന്നത്, അതായത് അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബുക്കാണ് അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് എന്നുള്ള ബുക്ക് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള തിയറിയാണ്. ഈ മേക്കിംഗ് കോമിക്സ് എന്നുള്ള വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. അതായത് എങ്ങനെയാണ് ഹൗ ടു ആക്ച്വലി ക്രിയേറ്റ് കോമിക്സ്, അതാണ് മേക്കിംഗ് കോമിക്സ് എന്നുള്ള വർക്കിനകത്ത് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് കോമിക്സ് എന്നുള്ള നമ്മുടെ മൊഡ്യൂൾ 1-ലെ യൂണിറ്റ് 1-ൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നതിനകത്ത് നമ്മുടെ കോമിക്സിനെ കുറിച്ചുള്ള തിയറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കോമിക്സിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 ഓഫ് യൂണിറ്റ് 1 ആണ്. മൊഡ്യൂൾ 1-ലെ യൂണിറ്റ് 1, അതായത് അണ്ടർസ്റ്റാൻഡിങ് കോമിക്സിനകത്തുള്ള ഇൻട്രൊഡക്ഷനും ചാപ്റ്റർ 1-ന്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ പേജസ് 1 to 3 ആണ്. അതിൻ്റെ സമ്മറി ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹീറോ നറേറ്ററിനെ പ്രസൻറ്റ് ചെയ്യുവാണ് മക്ലൗഡിനെ, അതായത് നമ്മുടെ റൈറ്ററിൻ്റെ തന്നെ ഒരു കോമിക്കൽ ഇമേജ് വെച്ചിട്ട് നമ്മളുടെ അടുത്ത് കഥ പറയുന്ന പോലെയാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഒരു സൂപ്പർ ഹീറോ നറേറ്ററിനെ പോലെയാണ് മക്ലൗഡ് എന്നുള്ള റൈറ്റർ അദ്ദേഹത്തിനെ തന്നെ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമിക് ഫോമിൽ. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഈ ബുക്കിൻ്റെ എയിം എന്താണെന്ന് പറയുവാണ്. അതായത് കോമിക്സ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലോറേഷനുമാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് ഈ ബുക്കിനകത്ത്. കോമിക്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചൈൽഡിഷ് ആണെന്നും കുട്ടികൾക്ക് വേണ്ടി മാത്രമാണെന്നും ഒക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ അതിനൊരു നല്ല മീനിങ് ആയിട്ട് ഡെപ്തും പൊട്ടൻഷ്യലും ഉണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയാണ് ഹി ഹാസ് റിട്ടൺ ദിസ് ബുക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. കീ പോയിന്റ്സ് എന്താണ് ഇൻട്രൊഡക്ഷനകത്തെന്ന് വെച്ചാൽ കോമിക്സിനെ കുറിച്ചുള്ള മിസ്കോൺസെപ്ഷൻസ്. അതായത് മക്ലൗഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ യൂഷ്വലി തിങ്ക് ദാറ്റ് കോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ഫോർ കിഡ്സ് എന്നുള്ളതാണ്. പക്ഷേ
സൂപ്പർ ഹീറോസും ഈ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കോമിക്സ് എപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് കോമിക്കൽ ബുക്സിനെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കോമിക്കൽ ബുക്സിന് നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി കോമിക്സിൻ്റെ ഡെഫിനിഷനാണ്. കോമിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസിനെ കാണിക്കുന്നു. അതാണ് കോമിക്സിൻ്റെ ഡെഫിനിഷൻ ഇദ്ദേഹം പറയുന്നത്. കോമിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബ്രോഡായിട്ടും സീരിയസ് ആയിട്ടും നമുക്ക് പഠിക്കാനുള്ളൊരു കൈൻഡ് ഓഫ് ജോണറാണ് കോമിക്കൽ ബുക്സ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ആർട്ട് ഫോമിനെ പോലെ തന്നെയും പെയിൻറ്റിങ്ങിനെ പോലെയും സിനിമയെ പോലെയും പോയട്രിയെ പോലെയും ഒക്കെ തന്നെ നമ്മൾ കോമിക്കിനെയും റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്സിനെ കോമിക്കലായിട്ടുള്ള ബുക്സിനെ എലിവേറ്റ് ചെയ്യുക, അതിനെ കുറച്ചും കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുക, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുക. അല്ലാതെ വെറും ചൈൽഡിഷ് ആയിട്ടും ഹ്യൂമറസ് ആയിട്ടുള്ള കോണ്ടന്റിന് വേണ്ടി മാത്രമാണ് കോമിക്സ് എന്നൊന്നും കൺസിഡർ ചെയ്യാതിരിക്കുക. ഇതാണ് ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നത്. ചാപ്റ്റർ 1 പറയുന്നതെന്ന് വെച്ചാൽ, അതായത് പേജസ് 4 to 15 പറയുന്നത് വാട്ട് ആർ കോമിക്സ്, എക്സാമ്പിൾസ് സഹിതമാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മെക്ലൗഡ് കോമിക്കിനെ ഡിഫൈൻ ചെയ്യുന്നത് പിക്ടോറിയൽ അല്ലെങ്കിൽ അതർ ഇമേജസിനെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ടുള്ള സീക്വൻസിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഈസ്തറ്റിക്കലായിട്ട് വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ റീഡേഴ്സിൻ്റെ മൈൻഡിൽ കൺവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം, അതാണ് കോമിക്സ്. അപ്പോൾ ഈ ഡെഫിനിഷൻ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റൻഷനലി അദ്ദേഹം നല്ല ബ്രോഡായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈജിപ്ഷ്യൻ വാൾ പെയിൻറ്റിങ്സിനകത്ത് പോലും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക്സിനകത്തും പിന്നെന്താണ് ഒക്കെ നമുക്ക് എന്താണ് കോമിക്സിനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ കോമിക്കിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉണ്ട്. ഇനി കോമിക്സ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറോസ് മാത്രം അടങ്ങുന്ന ഒരു കാര്യം മാത്രമല്ല, അതൊരു ഫോം അല്ലെങ്കിൽ അതൊരു മീഡിയത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം കോമിക്സ് എന്ന് പറയുന്നത് ചൈൽഡിഷ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല, അതിന് വളരെ ഡീപ്പായിട്ടും മെച്യൂറായിട്ടും സീരിയസ് ആയിട്ടുള്ള തീംസും ഡീൽ ചെയ്യുന്നൊരു ബുക്കാണ് കോമിക് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ മെക്ലൗഡ് ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണ് കോമിക്സ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. മെനി കൾച്ചറൽ ആൻഡ് ഫോംസിലും മെനി കൾച്ചേഴ്സിനകത്തും മെനി ഫോംസിനകത്തും മെനി സിവിലൈസേഷൻസിനകത്തും കോമിക്സ് ഉണ്ടായിരുന്നു, പക്ഷേ റെക്കഗ്നൈസ് ചെയ്ത് ഇപ്പോഴാണെന്ന് മാത്രം. ആൻഡ് ഹി ഓൾസോ ഷോസ് ഹൗ കോമിക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സീക്വൻസിലുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ടാണ് കോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്റ്റോറി ടെല്ലിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചില കോമിക്സ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിനും, ചിലതെന്ന് പറയുന്ന കോമിക്സ് എന്ന് പറയുന്നത് ഇമേജസിനും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് കോമിക്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സിനെയും ഇമേജിനെയും പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ യൂണീക്ക് ആയിട്ടുള്ള രീതിയിലും കമ്പൈൻ ചെയ്തിട്ടാണ് റീഡേഴ്സിനെ അത് പിടിച്ചിരുത്തുന്നത്. ഇപ്പോൾ കോമിക്സ് എന്ന് പറയുന്നത് സ്പേസിനെയും ടൈമിനെയും വിഷ്വലി പ്രസൻറ്റ് ചെയ്യുകയാണ് നമ്മുടെ മുമ്പിൽ, അല്ലേ? നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആ കോമിക്കിനെ വായിക്കാം. ഇപ്പം കോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ കാർട്ടൂണും അതായത് ഓരോ കാർട്ടൂൺ ക്യാരക്ടർ ഒരു ഡയലോഗ് കാണും ഒരു ബോക്സിനകത്ത്, ആ ഒരു പാനലിനകത്ത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാം. ഇപ്പോൾ ഒരു പാനൽ ബോക്സിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് ഡയലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ വായിച്ച് വിടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈമും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്പേസിനെയും ടൈമിനെയും കോമിക്സിനെ നമ്മുടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു സീൻ കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് പോയിട്ട് കാണാം. പക്ഷേ കോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ബാക്ക് അടിച്ച് പോയി കാണാം അല്ലെങ്കിൽ സ്പീഡാക്കി കാണുകയൊക്കെ ചെയ്യാം. കോമിക്സ് എന്ന് പറയുന്നതും എന്താണ്, അതൊരിച്ചിരി കോമിക്സ് സിനിമയുടെ കാര്യമാണെങ്കിൽ നമുക്ക് ബാക്ക് അടിച്ച് പോയി കാണാൻ പറ്റത്തില്ല. നെറ്റ്ഫ്ലിക്സും ഇതൊക്കെ OTT പ്ലാറ്റ്ഫോം ആണെങ്കിൽ മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായമാണെങ്കിൽ കോമിക്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് സമയം എടുത്ത് നമുക്ക് വായിച്ചെടുക്കാം. നമുക്ക് സ്പീഡൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു പേജിനകത്ത് അദ്ദേഹം പറയുന്നത്. ഇനി ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്സിനെ കുറിച്ചുള്ള മേജർ മിസ്കൺസെപ്ഷൻ എന്താണ്. അതായത് കോമിക്സ് എന്ന് പറയുന്നത് ചിൽഡ്രന് വേണ്ടി മാത്രമാണെന്നും അതിനൊരു ആർട്ടിസ്റ്റിക് ആൻഡ് ലിറ്റററി വാല്യൂ ഇല്ലെന്നും പറയുന്നു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്സിനെ സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്ത് അതിനെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ആർട്ട് ഫോം ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെഫിനേഷൻ ഓഫ് കോമിക്സ് പിന്നെ നോക്കുക. പിന്നെ മീഡിയം ആൻഡ് ജോണർ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് മെക്ലൗഡ് പറയുന്നത്. മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് എക്സ്പ്രഷൻ. ജോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റൊമാൻസ്, ഹൊറർ, സൂപ്പർ ഹീറോസ്. ജോണർ എന്ന് വെച്ചാൽ കോണ്ടന്റ്. ഇപ്പോൾ കോമിക്സ് എന്ന് പറയുന്നത് ഏത് ജോണറിൽ വേണമെങ്കിലും ആവാം. മീഡിയം എന്ന് വെച്ചാൽ കോമിക് ആണോ, ഫിലിം ആണോ, ലിറ്ററേച്ചർ ആണോ, ബുക്കാണോ, ഇതൊക്കെയാണ് മീഡിയം എന്ന് പറയുന്നത്. ജോണർ എന്ന് വെച്ചാൽ റൊമാൻസ്, ഹൊറർ അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ്. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മെക്ലൗഡ് അതായത് കോമിക്സ് എന്ന് പറയുന്നത് മോഡേൺ ഇൻവെൻഷൻ അല്ല, അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്. ഈജിപ്ഷ്യൻ ടൂംബ് പെയിൻറ്റിങ്സ്, അതായത് ഈജിപ്ഷ്യൻ മമ്മി പെയിൻറ്റിങ്സ് ഒക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, ഈജിപ്ഷ്യൻകാരുടെ പെയിൻറ്റിങ്സിനകത്തും അതുപോലെ തന്നെ അതിനകത്തൊക്കെ അതായത് ഈ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷനിൽ പോലും നമുക്ക് കോമിക്കൽ ആർട്ട് കാണാൻ സാധിക്കുമായിരുന്നു. സോ കോമിക്സിന് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.
ആൻഡ് എന്തുകൊണ്ടാണ് മെക്ലൗഡ് ബിലീവ് ചെയ്യുന്നത് കോമിക്സിന് ഒരുപാട് റെക്കഗ്നീഷൻ വേണം എന്നുള്ളത്? ബിക്കോസ് കോമിക്സ് എന്ന് പറയുന്നത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണെന്നും അതൊരു എന്താ പറയുക വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ വേർഡ്സിൻ്റെയും പിക്ചേഴ്സിൻ്റെയും സഹായത്തോടു കൂടി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് കോമിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 1 തന്നെ യൂണിറ്റ് 2 മേക്കിംഗ് കോമിക്സ് എന്നുള്ളതിനകത്ത് ചാപ്റ്റർ 1 റൈറ്റിംഗ് വിത്ത് പിക്ചേഴ്സ് ആണ്. അതും ഇതുപോലെ തന്നെ മേക്കിംഗ് കോമിക്സ് 2006 ഒരു വർക്കാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചും എക്സ്പ്രഷനെ കുറിച്ചും ടെക്നിക്കിനെ കുറിച്ചും ഒക്കെയാണ് ഇത് പറയുന്നത്. അപ്പം അതിനകത്ത് ചാപ്റ്റർ 1 അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് വേർഡ്സിനെ കുറിച്ചും പിക്ചേഴ്സിനെ കുറിച്ചുമാണ്. ആൻഡ് അതുപോലെ തന്നെ റൈറ്റിങ്ങിലും ഡ്രോയിങ്ങിലും കോമിക്സിനകത്ത് ഉണ്ടായേക്കുന്ന ബാലൻസിനെ കുറിച്ചും എങ്ങനെയാണ് ക്രിയേറ്റേഴ്സ് വളരെ എഫക്റ്റീവായിട്ട് കോമിക്കിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് ചാപ്റ്റർ 1 നമ്മൾ നോക്കുന്നത്. അപ്പോൾ വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ് ആണ് ഫസ്റ്റിനകത്ത് നമ്മൾ നോക്കുന്നത്. കോമിക്സ് എന്ന് പറയുന്ന വേർഡിൻ്റെയും പിക്ചറിൻ്റെയും ഒരു മിക്സറാണ് അല്ലേ, വെർബലും വിഷ്വൽ എലമെൻറ്റിൻ്റെയും ഒരു മിക്സറാണ് കോമിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കോമിക്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ നമുക്ക് 4 ടൈപ്സ് ആയിട്ട്. ഫസ്റ്റ് വൺ ക്ലാസിസിസ്റ്റ്. ക്ലാസിസിസ്റ്റ് എന്ന് വെച്ചാൽ ക്രാഫ്റ്റിനും ക്ലാരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അടുത്തത് അനിമിസ്റ്റ്. അനിമിസ്റ്റ് എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സിനും ഇമോഷണൽ ആയിട്ടുള്ള കോണ്ടന്റിനും ഫോക്കസ് കൊടുക്കുന്നു. മൂന്നാമത്തത് ഫോർമലിസ്റ്റ്. അത് സ്ട്രക്ചറിനും എക്സ്പെരിമെന്റേഷനും മാത്രം ഫോക്കസ് കൊടുക്കുന്നു. നാലാമത്തത് ഐക്കണോക്ലാസ്റ്റ്. ഐക്കണോക്ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ICONOCLAST പേഴ്സണൽ എക്സ്പ്രഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റോ ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രോങ് കോമിക് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് ഈ 4 കാര്യങ്ങളെയും ട്രഡീഷൻസിനെയും ബാലൻസ് ചെയ്ത് പഠിച്ചിട്ടായിരിക്കും ഒരു സ്ട്രോങ് കോമിക് ആർട്ടിസ്റ്റായിട്ട് മാറുന്നത്. രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക് ആർട്ടിസ്റ്റുകൾ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 5 ചോയ്സസ് ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൊമെൻറ്റ്, അതായത് ഏതൊക്കെ മൊമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം, ആക്ഷൻസ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും. രണ്ടാമത്തത് ചോയ്സ് ഓഫ് ഫ്രെയിം ആണ്, എങ്ങനെയൊക്കെ ഓരോ സീനിനെയും ഫ്രെയിമിനെയും ക്രോപ്പ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം. മൂന്നാമത്തെ ചോയ്സ് ഓഫ് ഇമേജ്, എങ്ങനെ ക്യാരക്ടേഴ്സിനെയും സെറ്റിങ്ങിനെയും വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാം. നാലാമത്തത് ചോയ്സ് ഓഫ് വേർഡ് ആണ്, ഏത് ടെക്സ്റ്റ്, അതായത് ഡയലോഗ് എങ്ങനെ ആയിരിക്കണം, നരേഷൻ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എത്രമാത്രം ഇൻക്ലൂഡ് ചെയ്യണം. അഞ്ചാമത്തത് ചോയ്സ് ഓഫ് ഫ്ലോ ആണ്, എങ്ങനെയൊക്കെ പാനൽസിനെയും ഡയലോഗിനെയും അറേഞ്ച് ചെയ്ത് റീഡേഴ്സിനെ ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗൈഡ് ചെയ്യുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹാർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ക്ലാരിറ്റിയും ഇൻറ്റൻസിറ്റിയും എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാരിറ്റിയും ഇൻറ്റൻസിറ്റിയും തമ്മിലൊരു ടെൻഷനുണ്ട് കോമിക്കൽ ബുക്സിനകത്തെന്നാണ് മെക്ലൗഡ് പറയുന്നത്. അതായത് ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ഇമോഷണലി അല്ലെങ്കിൽ വിഷ്വലി നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാനും സാധിക്കണം. അപ്പോൾ ക്ലാരിറ്റിയും ഉണ്ടായിരിക്കണം, ഇൻറ്റൻസിറ്റിയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് നല്ല സക്സസ്ഫുൾ ആയെന്ന് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഇൻറ്റൻസിറ്റി അദ്ദേഹം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഒന്നിനെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്യാനും അല്ലെങ്കിൽ കളയാനും പാടില്ല. ക്ലിയർ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും വേണം, പ്ലസ് ഇമോഷണൽ ഇമ്പാക്റ്റും വേണം. അതുകൊണ്ടാണ് ജാപ്പനീസ് കാർട്ടൂൺ ഫോം ആയിട്ടുള്ള നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള മാംഗ ഫോമൊക്കെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് മാറിയത്. ഓക്കെ, ക്ലാരിറ്റിയും ഉണ്ട്, പക്ഷേ എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റും അത് തരാൻ സാധിച്ചു. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് വേർഡ്സും പിക്ചേഴ്സുമാണ്. അതായത് വേർഡ് പിക്ചർ കോമ്പിനേഷനാണ് ഈ കോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ചിലർ വേർഡ് സ്പെസിഫിക്, അതായത് വേർഡ്സ് മാത്രം വെച്ചിട്ട് കോമിക്സ് ക്രിയേറ്റ് ചെയ്യും, അതായത് നറേഷന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത്. ചിലരെന്ന് പറയുന്നത് പിക്ചർ സ്പെസിഫിക് ആയിട്ട് പിക്ചേഴ്സ് ആയിരിക്കും, പിക്ചേഴ്സ് മാത്രമേ കാണൂ, ഡയലോഗ്സ് കാണത്തില്ല. മൂന്നാമത്തെന്ന് വെച്ചാൽ രണ്ടും കാണും, വേർഡ്സും ഇമേജസും ഉള്ളതുണ്ട്, അതാണ് ഡുവോ സ്പെസിഫിക് എന്ന് പറയുന്നത്. നാലാമത്തത് അഡിറ്റീവ്. അഡിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ഇമേജിനെ എന്ത് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഇമേജ് വേർഡ്സിനെ ആംപ്ലിഫൈ ചെയ്യും. ഫിഫ്ത്ത് വൺ പാരലാണ്, വേർഡ്സും പിക്ചേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. സിക്സ്ത് വൺ മൊണ്ടാഷ്, വേർഡ്സ് എന്ന് പറയുന്ന ഇമേജിൻ്റെ ഭാഗമായിട്ടങ്ങ് മാറും. മൊണ്ടാഷിൻ്റെ സ്പെല്ലിങ് MONTAGE. സെവൻത്ത് വൺ എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്, അതായത് വേർഡ്സിൻ്റെയും ഇമേജസിൻ്റെയും കോമ്പിനേഷനിൽ നിന്ന് മീനിങ്സ് വരുന്നത്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ മെക്ലൗഡ് പിന്നെ പറയുന്നത് ഈ യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ വേണം ക്രിയേറ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും കോമിക്സിനെ. ബാക്കിയുള്ള റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്, എക്സ്പെരിമെൻറ്റേഷൻ വേണം. ഇനി ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചോയ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, ക്ലാരിറ്റി ഇൻറ്റൻസിറ്റി നമ്മൾ ഡിഫറൻസ് ചോദിക്കാം,
നെയിം ആൻഡ് എക്സ്പ്ലെയിൻ 3 ടൈപ്പ് ഓഫ് വേർഡ് പിക്ചർ കോമ്പിനേഷൻ. വേർഡ് സ്പെസിഫിക് ഉണ്ട്, പിക്ചർ സ്പെസിഫിക് ഉണ്ട്, ഇന്റർഡിപെൻഡന്റ് ഉണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ. 4 ക്രിയേറ്റീവ് ടൈപ്സ് ആരൊക്കെയാണ്? ക്ലാസിസിസ്റ്റ്, അനിമിസ്റ്റ്, ഫോർമലിസ്റ്റ്, ഐക്കണോക്ലാസ്റ്റ്. അത് ചോദിക്കാം. പിന്നെ എന്താണ് വേർഡ് ഇമേജ് കോമ്പിനേഷൻ എന്തുകൊണ്ടാണ് പവർഫുൾ ആണെന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ടൈപ്പ് ഓഫ് കോമിക്സ് ഉണ്ട്. ചിലതിനകത്ത് ഡയലോഗുകൾ മാത്രം, ചിലതിനകത്ത് ഡയലോഗുകൾ കാണത്തില്ല, ചിലതിനകത്ത് ഇമേജസ് മാത്രം ഉള്ളത് കാണും, ചിലതിനകത്ത് ഇമേജസും വേർഡ്സും കൂടെ ഉള്ളത് കാണും, അല്ലേ? അപ്പോൾ ഈ വേർഡ് ഇമേജും കൂടെ ഉള്ള കോമ്പിനേഷനാണ് ഏറ്റവും പവർഫുൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വേർഡ് ഇമേജും കൂടെ ഉള്ളതിന് നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വിഷ്വലായിട്ടും ഇമോഷണലായിട്ടും മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ്. സോ അതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഫോമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇതാണ് മൊഡ്യൂൾ 1-ലെ 2 ചാപ്റ്റേഴ്സും.